JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ്, PSC ആവർത്തിക്കുന്ന പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Chi square is to be applied only when the individual observations of sample are. അതായത് സാമ്പിളിന്റെ വ്യക്തിഗത നിരീക്ഷണങ്ങൾ ഇനി പറയുന്നവയായിരിക്കുമ്പോൾ മാത്രമേ ഈ ചി സ്ക്വയർ ഈ പ്രായോഗികമാവൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചി സ്ക്വയർ ഈസ് ടു ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ഓഫ് സാമ്പിൾ ആർ. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻഡിപെൻഡന്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, which one of the following is the first generation language? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് ഒന്നാം തലമുറ ഭാഷ? അതായത് which one of the following is the first generation language? ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, മെഷീൻ ലാംഗ്വേജ് ആണല്ലേ. മെഷീൻ ലാംഗ്വേജ് is the first generation language. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഈസ്. ആരാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് അല്ലെ, PSC പലതവണയായിട്ട് ആവർത്തിച്ച ചോദ്യമാണ്. ഏതാണ്? ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be dash. അതായത് ഈ വസ്തുനിഷ്ഠ തത്വത്തിന്റെ ഏകത്വം ഇങ്ങനെ പറയുന്നു. എങ്ങനെയാണ് പറയുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be ഏതാണ്? only one objective. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗ്രേപ്പ് വൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. മുന്തിരിവള്ളി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഇത് സാധാരണ PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യമാണ് അല്ലെ. ഗ്രേപ്പ് വൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വിച്ച് ലീഡർഷിപ്പ് തിയറി ഫോക്കസസ് ഓൺ actions of leaders not on mental qualities or internal states. അതായത് മാനസിക ഗുണങ്ങളിലോ ആന്തരിക അവസ്ഥകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നേതാക്കളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേതൃത്വ സിദ്ധാന്തം ഏതാണ്? 4 തിയറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത ഏത് തിയറിയാണ് ഇതിന്റെ ആൻസർ? Which leadership theory focuses on actions of leaders not on mental qualities or internal states? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ബിഹേവിയർ തിയറി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, the strongest determinant of demand is. ഏതാണ് ശരി ഉത്തരം? ഏറ്റവും ശക്തമായ ഘടകം, ദ സ്ട്രോങ്ങസ്റ്റ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്രൈസ് ആണല്ലേ. പ്രൈസ്, ദ സ്ട്രോങ്ങസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഡിമാൻഡ് ഈസ് പ്രൈസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലിമെന്റ് ഈസ് നോട്ട് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്? അതായത് ഈ താഴെ പറയുന്നതിൽ മാർക്കറ്റിംഗ് മിശ്രിതത്തിൽ ഇല്ലാത്ത ഘടകം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലിമെന്റ് ഈസ് നോട്ട് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്? ഓപ്ഷൻ സി ആണല്ലേ, സ്റ്റോറേജ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻടു ഡിസ്റ്റിങ്ക്ട് സബ് മാർക്കറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് കോമൺ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഈ സാധ്യതയുള്ള വിപണിയെ പൊതുവായ ആവശ്യങ്ങളും സവിശേഷതകളും ഉള്ള ഉപഭോക്താക്കളുടെ വ്യത്യസ്ത ഉപവിപണികളായി വിഭജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, മാർക്കറ്റ്
segmentation, the process of dividing potential market into distinct sub-markets of consumers with common needs and characteristics is known as market segmentation. ഏതാണ് market segmentation? അടുത്ത ചോദ്യം. One criterion that should always be applied to market segmentation is, അതായത് വിപണി വിഭജനത്തിന് എപ്പോഴും പ്രയോഗിക്കേണ്ട ഒരു മാനദണ്ഡം ഇതാണ്. ഏതാണ്? One criterion that should always be applied to market segmentation is, നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഹോമോജനിറ്റി. ഹോമോജനിറ്റി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. An analytical technique which facilitates dividing a market into segment is, അതായത് ഒരു വിപണിയെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ സഹായിക്കുന്ന ഒരു വിശകലന സാങ്കേതികതയാണ് ഡാഷ്. ഏതാണ്? നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അനാലിറ്റിക്കൽ ടെക്നിക് which facilitates dividing a market into segment is, ഏതാണ്? മാർക്കറ്റ് ഗ്രിഡിംഗ്. മാർക്കറ്റ് ഗ്രിഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. മാർക്കറ്റ് ഗ്രിഡിംഗ്. അടുത്ത ചോദ്യം. The model that assumes buyer is a rational man and his buying decisions are totally governed by the concept of utility. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? വാങ്ങുന്നയാൾ യുക്തിസഹമായ ഒരു വ്യക്തിയാണെന്നും അയാളുടെ വാങ്ങൽ തീരുമാനങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമത എന്ന ആശയത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അനുമാനിക്കുന്ന മാതൃക, അതാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? The model that assumes buyer is a rational man and his buying decisions are totally governed by the concept of utility. ഏതാണ് ശരി ഉത്തരം? നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, എക്കണോമിക് മോഡൽ ആണല്ലേ. ഏത് മോഡലാണ്? എക്കണോമിക് മോഡൽ. Annual report on currency and finance is published by, കറൻസിയും ധനകാര്യവും സംബന്ധിച്ച വാർഷിക റിപ്പോർട്ട് പ്രതിനിധീകരിക്കുന്നത്. ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് is published by ആരാണ്? നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? RBI. എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ആനുവൽ റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസ് is published by RBI. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, ലീഡ് ബാങ്ക് പദ്ധതി നിലവിൽ വന്നത്. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏത് വർഷമാണ്? ആർക്കെങ്കിലും അറിയാവോ ഏത് വർഷമാണ്? നാല് ഓപ്ഷൻ ഉണ്ട്. ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1969. ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969. എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ, എക്സിം ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഏതാണ്? എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ. നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് ഈസ് ഓൺഡ് ബൈ, ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓർത്തിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇ ബാങ്കിങ് ഈസ് സിനോണിമസ് വിത്ത്, ഇ ബാങ്കിങ് സിനോണിമസ് വിത്ത് ഏതാണ്? ഇ ബാങ്കിങ് എന്നതിന്റെ പര്യായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെ. ഇ ബാങ്കിങ് സിനോണിമസ് വിത്ത് ഇന്റർനെറ്റ് ബാങ്കിങ്. ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ, ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ, ഇന്ത്യയിൽ ആദ്യമായി നികുതി ചുമത്തിയത് ഏത് വർഷമാണ്? ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇൻ ഏത് വർഷമാണ്? 1860, 1860. ടാക്സ് ചാർജ്ഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഇൻ 1860. ഇൻകം ഫ്രം subletting of house property is taxable under the head. അതായത് ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ സബ്ലെറ്റിംഗ് നിന്നുള്ള വരുമാനം ഇനി പറയുന്ന തലക്കെട്ടിൽ നികുതി വിധേയമാണ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ്. നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻകം ഫ്രം
other sources. Income from subletting of house property is taxable under the head income from other sources. The rate of taxation that does not discriminate rich and poor is known as. അതായത് ദരിദ്രനും സമ്പന്നനും തമ്മിൽ വിവേചനം കാണിക്കാത്ത നികുതി നിരക്ക് അറിയപ്പെടുന്നത്. The rate of taxation that does not discriminate rich and poor is known as. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഫ്ലാറ്റ് റേറ്റ് ആണ് അല്ലേ? ഫ്ലാറ്റ് റേറ്റ്. The rate of taxation that does not discriminate rich and poor is known as flat rate. Dividend paid by an Indian company outside India is. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഇന്ത്യൻ കമ്പനി നൽകുന്ന ലാഭവിഹിതം. ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ ഈസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി ആൻഡ് എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് റെസിപ്പിയന്റ്. Dividend paid by an Indian company outside India is taxable in the hands of the company and exempt in the hand of recipient. Form issued for TDS on salary is. ശമ്പളത്തിൽ TDS ലഭിക്കുന്നതിന് നൽകുന്ന form issued for TDS on salary is. ഏതാണ്? Form 16. Form 16 ആണല്ലേ? Form issued for TDS on salary is Form 16. Tax hedging within the frame of law is known as. നിയമ ചട്ടക്കൂടിനുള്ളില് നികുതി സംരക്ഷണം അറിയപ്പെടുന്നത്. ടാക്സ് ഹെഡ്ജിങ് വിത്തിൻ ദ ഫ്രെയിം ഓഫ് ലോ ഈസ് നോൺ ആസ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ടാക്സ് അവോയ്ഡൻസ് ആണല്ലേ? ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് ഹെഡ്ജിങ് വിത്തിൻ ദ ഫ്രെയിം ഓഫ് ലോ ഈസ് നോൺ ആസ് ടാക്സ് അവോയ്ഡൻസ്. Conversion cost is equal to the total of. പരിവർത്തന ചെലവ് ആകെത്തുകയ്ക്ക് തുല്യമാണ്. കൺവേർഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഡാഷ്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡയറക്റ്റ് വേജസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ്. കൺവേർഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് വേജസ് ആൻഡ് factory overhead. Overheads collected for a period are allocated or appropriated to various production and service departments are known as. അതായത് ഈ ഒരു നിശ്ചിത കാലയളവിലേക്ക് ശേഖരിക്കുന്ന ഓവർഹെഡുകൾ വിവിധ ഉൽപാദന സേവന വകുപ്പുകളിലേക്ക് അനുവദിക്കുകയോ വിഭജിക്കുകയോ ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? ഓവർഹെഡ് കളക്ടഡ് ഫോർ എ പീരീഡ് ആർ അലോക്കേറ്റഡ് ഓർ അപ്രോച്ച്ഡ് ടു വേരിയസ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ നോൺ ആസ്. ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്? താഴെ പറയുന്ന 4 ഓപ്ഷനില് ഏതാണ് ബ്രേക്ക് ഈവൻ പോയിന്റിന് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ പോയിന്റില് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. Cash from operation is equal to. Cash from operation is equal to. അതായത് ഈ പ്രവർത്തനത്തിൽ നിന്നുള്ള പണം ഇതിന് തുല്യമാണ്. ഏതിന് തുല്യമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. പാരറ്റോ അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു. അതായത്
പാരറ്റോ വിശകലനം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്, അതിന്റെ അകത്ത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാരറ്റോ അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു ഇൻവെന്ററി മാനേജ്മെന്റ്. ഏതാണ്? ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻ FNSD അനാലിസിസ് N സ്റ്റാൻഡ്സ് ഫോർ, അതായത് FNSD വിശകലനത്തിൽ N എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്, അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നോർമൽ മൂവിംഗ് ഐറ്റംസ്. നോർമൽ മൂവിംഗ് ഐറ്റംസ്. ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു. ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു, അതായത് ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, സാധാരണ PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് കാണുന്നതാണല്ലേ. ഏതാണ്? JIT സിസ്റ്റംസ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? JIT സിസ്റ്റംസ്. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു, അതായത് ക്ലയന്റ് പ്രഭാവം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഏതാണ്? ഡിവിഡൻസ് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. ക്ലയന്റൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഡിവിഡൻസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ബിസിനസ് ഭാഷ എന്നറിയപ്പെടുന്നത്? ഫസ്റ്റ് വൺ എക്കണോമിക്സ്, സെക്കൻഡ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ്, തേർഡ് വൺ അക്കൗണ്ടിങ്, ഫോർത്ത് വൺ ബാങ്കിങ്. ഏതാണ്? ഓപ്ഷൻ A, B, C, D. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്? ഏതാണ്? ഓപ്ഷൻ B ആണല്ലേ, മൂന്നാമത്തേതാണ്. ഏതാണ്? അക്കൗണ്ടിങ്. ഏതാണ്? അക്കൗണ്ടിങ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? ഫസ്റ്റ് വൺ കൺസിസ്റ്റൻസി, സെക്കൻഡ് വൺ പ്രൂഡൻസ്, തേർഡ് വൺ ഇൻഫ്ലേഷൻ, ഫോർത്ത് വൺ ഡിമാൻഡ്. ഏതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? ഏതാണ്? ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ A ആണല്ലേ, ബോത്ത് 1 and 2. കൺസിസ്റ്റൻസി ആൻഡ് പ്രൂഡൻസ്. കൺസിസ്റ്റൻസി ആൻഡ് പ്രൂഡൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിയൽ അക്കൗണ്ട്? താഴെ പറയുന്നതിൽ ഏതാണ് റിയൽ അക്കൗണ്ട്? ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ബിൽഡിംഗ് അക്കൗണ്ട്, തേർഡ് വൺ സാലറി അക്കൗണ്ട്, ഫോർത്ത് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിയൽ അക്കൗണ്ട്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ A ആണല്ലേ, ബോത്ത് 1 and 2. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേം. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേം, അതായത് കുത്തക മത്സര സ്ഥാപനം. കുത്തക മത്സര സ്ഥാപനം. ഫസ്റ്റ് വൺ ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ്, സെക്കൻഡ് വൺ പ്രൊഡ്യൂസേഴ്സ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്, തേർഡ് വൺ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഫോർത്ത് വൺ പ്രൈസ് ടേക്കർ. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ A ആണല്ലേ, 1, 2 and 3 only. ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ്, പ്രൊഡ്യൂസേഴ്സ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. അത് 3 കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഒലിഗോപോളി പ്രൈസിംഗ് ഡിപ്പെൻഡ്സ് ഓൺ. ഒലിഗോപോളി പ്രൈസിംഗ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഒലിഗോപോളി വില നിർണ്ണയം ആശ്രയിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ റൈവൽ ഫേംസ് റിയാക്ഷൻസ്, സെക്കൻഡ് വൺ മാർക്കറ്റ് ഡിമാൻഡ്, തേർഡ് വൺ പ്രൊഡക്റ്റ് കോസ്റ്റ്, ഫോർത്ത് വൺ ഗവൺമെന്റ് റെഗുലേഷൻസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ A ആണല്ലേ, 1, 2 and 3. അതായത് റൈവൽ ഫേംസ് റിയാക്ഷൻസ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു ഏതാണ്? ബുൾ മാർക്കറ്റുകൾ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് വൺ റൈസിംഗ് പ്രൈസസ്, സെക്കൻഡ് വൺ ഫോളിംഗ് പ്രൈസസ്, തേർഡ് വൺ സ്റ്റേബിൾ മാർക്കറ്റ്, ഫോർത്ത് വൺ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്. ബുൾ മാർക്കറ്റ് റിഫേഴ്സ് ടു. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ A ആണല്ലേ, 1 only. റൈസിംഗ് പ്രൈസസ് ആണല്ലേ, റൈസിംഗ് പ്രൈസസ്. സർവീസസ് മാർക്കറ്റിംഗ് റിക്വയർഡ്സ്. സർവീസസ് മാർക്കറ്റിംഗ് റിക്വയർഡ്സ്, അതായത് മാർക്കറ്റിംഗ് സേവനങ്ങൾ ആവശ്യമാണ്. ഫസ്റ്റ് വൺ പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്, സെക്കൻഡ് വൺ പ്രൊഡക്റ്റ് ഒള്ളി, തേർഡ് വൺ പ്രൈസ് ഒള്ളി, ഫോർത്ത് വൺ ഡിസ്ട്രിബ്യൂഷൻ ഒള്ളി. ഓപ്ഷൻ A, B, C, D. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ A ആണല്ലേ, 1 only. അതായത് പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. അടുത്ത ചോദ്യം,
കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ CLV മെഷേഴ്സ് ഉപഭോക്തൃ മൂല്യം അളവുകൾ ഉപഭോക്തൃ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ മെഷേഴ്സ് അതിന്റെ അളവുകളാണ് മൂല്യ അളവുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉപഭോക്തൃ ജീവിത മൂല്യം അളവുകൾ. ഫസ്റ്റ് വൺ നെറ്റ് പ്രോഫിറ്റ് ഫ്രം എ കസ്റ്റമർ ഓവർ ലൈഫ് ടൈം, സെക്കൻഡ് വൺ കസ്റ്റമർ ലോയൽറ്റി, തേർഡ് വൺ ബ്രാൻഡ് അവയർനെസ്, ഫോർത്ത് വൺ മാർക്കറ്റ് ഷെയർ. ഏതാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ CLV മെഷേഴ്സ്? ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, 1 and 2 ഉള്ളി. ഏതാണ്? നെറ്റ് പ്രോഫിറ്റ് ഫ്രം എ കസ്റ്റമർ ഓവർ ലൈഫ് ടൈം ആൻഡ് കസ്റ്റമർ ലോയൽറ്റി. മാർക്കറ്റ് റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു. വിപണി ഗവേഷണത്തെ തരംതിരിക്കാം. ഫസ്റ്റ് വൺ പ്രൈമറി റിസർച്ച്, സെക്കൻഡ് വൺ സെക്കൻഡറി റിസർച്ച്, തേർഡ് വൺ ടെറിട്ടറി റിസർച്ച്, ഫോർത്ത് വൺ സിൻഡിക്കേറ്റഡ് റിസർച്ച്. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1, 2 and 4 ഉള്ളി. അതായത് പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച്, സിൻഡിക്കേറ്റഡ് റിസർച്ച്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.